ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കിയ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. ലോബ്സ്റ്റർ ബാബ്സ് എല്ലാരും ബസ് എടുത്ത് കേട്ടാ. ബസ് എടുക്കണേ, നമുക്ക് ട്രക്ക് ഇറക്കാം. നമുക്കൊരു ബസ് എടുക്കാം. അതാവുമ്പോ നമുക്ക് ടിവിയുടെ ട്രിപ്പ് അല്ല, നമുക്ക് അതിൽ തന്നെ പോകാലോ. പിന്നെ ബ്രോ താങ്ക് യു സോ മച്ച്. നമുക്കും വേണ്ട ഇതുപോലെ ഒരെണ്ണം. വേണ്ട ഗൈസ്, ഇത് ഭയങ്കര പാടാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മറ്റേ വരവേൽപ്പിനകത്ത് മോഹൻലാലിനെ പോലെ ബസ്സൊക്കെ എടുത്ത് കുത്തുകളെ എടുത്ത് സ്ട്രീം വരാൻ പോലും സമയം കിട്ടാതെ പോലീസ് സ്റ്റേഷനിലൊക്കെ ആയി എംപിഡിയും കൊണ്ടുപോയി. ആലോചിക്കാൻ ട്രാവലർ എടുക്കണ്ട. എടാ അല്ലടാ, ഈ സാധനത്തിന് ഒരു ഇതുണ്ടടാ. അതായത് നമ്മുടെ വണ്ടി നല്ല രീതിയിൽ നോക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു 2 ഡ്രൈവർ ചേട്ടന്മാരും ഒരു കിളി ചേട്ടനും ഒക്കെ ഇല്ലാതെ ഈ സാധനം നമുക്ക് മര്യാദ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നല്ല കോമ്പറ്റീഷനാ, മനസ്സിലായോ? നമുക്ക് ഈ ഫെയിം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഇതിലൊക്കെ ഇറങ്ങി തിരിച്ചാൽ അറിയാത്തതിലൊക്കെ തിരിച്ചാൽ ഇത് പോകത്തേ ഉള്ളൂ. വിനീതുണ്ട്. പക്ഷേ വിനീതിന് വണ്ടി ഓടിക്ക് ഹെവി വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലടാ. അതാ പ്രശ്നം. എന്നാ ഞാൻ ഓടിക്കാന്ന്. ഇപ്പൊ വരും. കിട്ടിയാലോ? എനിക്ക് വണ്ടിയൊക്കെ പ്ലാനില്ല. വിട്ട് എനിക്ക് ബസ് വേണ്ട. താല്പര്യമില്ല. ഞാനിപ്പോ ഗുളിക കഴിച്ച ചാവും. എന്തുവാടാ എന്താടാ? ഇല്ല, എടാ പോടാ അവിടുന്ന്. ഞാൻ വിളിക്കാം. നമ്മുടെ ലൈവ് കാണുന്ന ഒരു ബ്രോ വിളിച്ചിട്ടേ എനിക്ക് ബസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 20 ലക്ഷം രൂപ ഇപ്പൊ അയച്ചു തരാന്ന്. ബ്രോ എനിക്ക് പറ്റത്തില്ല ഇതൊന്നും എടുത്തുകൊണ്ട് നടക്കാൻ. എനിക്ക് ഫീൽഡിൽ യാതൊരു പരിചയവും ഇല്ല. എടാ നമുക്ക് ഇതിനു മുമ്പ് കുറെ പരിപാടികൾക്കൊക്കെ പൈസ ഒക്കെ തന്നിട്ടുള്ളൊരു ചേട്ടനാ. പുള്ളി വിളിച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ ബസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 20 ലക്ഷം രൂപ അയച്ചു തരാന്ന്. 1 ലക്ഷം ഒക്കെ അയച്ചാലേ പറഞ്ഞു ഫീസ് എടുക്കാൻ വേണ്ടി. ബ്രോ എന്തോ ഇഷ്ടമാണ്. താങ്ക് യു പറയാനില്ല ബ്രോ. ഞാൻ ചുമ്മാ തമാശക്ക് പറയണതാ. എനിക്ക് അങ്ങനെ ബസ്സൊക്കെ ഭയങ്കര തൊല്ലയായിരിക്കും. അതിന് നമ്മൾക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, മനസ്സിലായ? അതാ പ്രശ്നം. പിന്നെ എല്ലാരും ബസ്സിന്റെ കൊണ്ടേ കയറും. അതെ. ഒന്നാമത്തെ കാര്യം ഇവിടെ കുറെ ഈ ബസ്സിനകത്ത് സിസ്റ്റം അതൊക്കെ ചെയ്യുന്നതിന് പറയാൻ ലിമിറ്റ് ഉണ്ടാ. നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്തു വരുമ്പോ അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ റിപ്പോർട്ടൊക്കെ ചെയ്ത് നാശമാക്കും. അടുത്ത ദിവസം ഇവന്മാരൊക്കെ എംപിഡിക്ക് മെൻഷൻ വിടും, മനസ്സിലായ? ഇതാ ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവൻ അതിനകത്ത് അവന്റെ ട്രിപ്പ് കഴിയുമ്പോഴായിരിക്കും നമ്മളെ ട്രിപ്പ് വിളിക്കും. എന്നിട്ട് വീഡിയോ എല്ലാം എടുത്ത് വെക്കും. സാർ ഈ വണ്ടിയിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയത്, ഇതിനകത്ത് കണ്ട ഇല്ലീഗൽ ആയിട്ടുള്ള കുറെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ നേരെ ഉള്ളയിലാണ് ഞാൻ, മനസ്സിലായ? ബ്രോ എന്തായാലും പറഞ്ഞതിന് താങ്ക് യു സോ മച്ച് ആദർശ് ബ്രോ. താങ്ക് യു. ഹലോ എന്തോ കേട്ടില്ല. ഹലോ കേക്കാമോ? 20 ലക്ഷം രൂപ മതിക്കാത്തോണ്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടിവിയുടെ പേരില് ചേസ് ഇറക്കി വണ്ടിയും ബിൽഡ് ചെയ്ത് ഫുൾ ഗ്രാഫിക്സ് അടിച്ച് പ്രകാശിൽ നിന്ന് വണ്ടി ഇറക്കി 74 ലക്ഷം രൂപയാണ് പുള്ളിയുടെ ബഡ്ജറ്റ്. പുള്ളി 3 ദിവസത്തിനുള്ളിൽ എഗ്രിമെന്റ് എഴുതരാം. ടിവിയുടെ പേരിൽ വണ്ടി എന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് രജിസ്റ്റർ ചെയ്യാം. 3 ദിവസത്തിനുള്ളിൽ എഗ്രിമെന്റ് എഴുതാന്നും പറഞ്ഞു. 1 രൂപ എനിക്ക് വട്ടായി പോയതാ. എല്ലാവർക്കും വട്ടായ നാട്ടിലെ മൊത്തം. എന്താണ് ടിവിയുടെ പേരിൽ ഒരു ബസ് മേടിച്ചു എന്റെ കിളി പോയി കേട്ടാ. 74-80 ലക്ഷം രൂപയാവും. ആ ഫുൾ എമൗണ്ട് പുള്ളി കൊടുത്തോളാം. ലൈസൻസ് ഉണ്ടല്ലേ ചൂപ്പന്റെ? പുള്ളിക്ക് പുള്ളി എന്റെ അടുത്ത് ഒറ്റ കാര്യമുള്ളൂ. ടൂറൊക്കെ പോവാ. പുള്ളി എന്റെ അടുത്ത് ഒറ്റ കാര്യമുള്ളൂ. പുള്ളിയുടെ കയ്യിൽ നമ്പർ ഇല്ല.
ഈഗിളേട്ടന്റെ ലൈവിൽ ഒരു കൺഫർമേഷൻ കിട്ടിയ 3 ദിവസത്തിനുള്ളിൽ എഗ്രിമെന്റ് എഴുതി തരാം. അത് എടാ നീ എന്നെ ശരിക്കും ആക്കാൻ പറയണാണ് എന്നെ അതോ? ഹലോ അല്ല സത്യം, മദർ പ്രോമിസ്. എന്നെ വിളിച്ചില്ല, 1 രൂപ കൊടുക്കണ്ട. ഫ്രീയാ സീരിയസ് ആയിട്ടാ നിക്കോണേ ഫ്രീയാ. ഹലോ VC വിളിക്കാനോ? എടാ പുള്ളിയെടുത്ത് VC തരാൻ പറയോ? ഒന്ന് വരാൻ പറയോ? ഞങ്ങളുടെ ലൈവിൽ ഇപ്പൊ ഡീൽ ചെയ്യാം, വണ്ടി എഗ്രിമെന്റ് ലൈവിലൊക്കെ സൈൻ ചെയ്യാം. ആളിന്റെ വണ്ടിയിൽ അടിച്ചു പോയെന്ന് തോന്നുന്നു. ഇവ അടിച്ചു എനിക്ക് അടിച്ചു. ഇല്ലല്ല, എന്നെ നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ലൈവിൽ എഗ്രിമെന്റ് സൈൻ ചെയ്യാം. പെട്ടെന്ന് വിളി, വിളി, 3 ദിവസത്തിനുള്ളിൽ പുള്ളി എഗ്രിമെന്റ് ചെയ്യാന്ന് പുള്ളി പറഞ്ഞു. ആണല്ലേ? ഇപ്പൊ പുള്ളി വന്നിട്ട് എക്സലാൻഡിസിൽ കയറി എനിക്ക് 74 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് തരണല്ലേ? റിയൽ ലൈഫിലാണ് പുള്ളി 77 ലക്ഷം രൂപ പറഞ്ഞത്. ലിവറി ഒക്കെ അടിച്ച് വണ്ടി ഇപ്പൊ തന്നെ അഗ്രിമെന്റ് ഇട്, നാളെ മറന്നു പോകും പിന്നീട്. നിക്കോണെ നീ അതൊന്ന് ചോദിച്ചു നോക്കി പറയുന്ന ചെലപ്പോ ആള് അതാ ഉദ്ദേശിക്കുന്നത്. ആളിപ്പോ പൊന്നനോടൊക്കെ പറഞ്ഞു നല്ലൊരു ബസ്സൊക്കെ തെറ്റി. ടിവിയുടെ സ്വന്തം കോടീശ്വരൻ. സത്യം സത്യം സത്യം. ഈഗിൾ ബ്രോ ബസിന്റെ കിളി ഞാനാണേ. ഓ ഓക്കെ എടാ, അതാക്കാം. നിന്നെ ഇത്ര വലിയ ഡീൽ കൊടുത്തതല്ലേ, അപ്പൊ നിന്റെ അത് ഇതാക്കാം. ബസ്സേ കിട്ടിയില്ല, അവൻ ബുക്ക് ചെയ്തു. എടാ എന്നെ ആരൊക്കെയോ വിളിക്കുന്നു ബ്രോ, ഞാൻ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാ. ഡ്രീമർ ഗൈസ് ഇതെടുത്ത് അയച്ചു തന്നിട്ട് ടൂറിന് ഞാൻ റെഡി, ബസ്സൊക്കെ വരുമല്ലേ, എപ്പോ ഇറങ്ങണമെന്ന്. അല്ലെ ഞാനുണ്ട് ടൂറിന്, ഞാനുണ്ട് അല്ലയാ. നമ്മള് DJ ഒക്കെ ഇട്ട് പോവാം, മറ്റെന്തോന്ന് സ്പീക്കർ സെറ്റ് ഒക്കെ മാറ്റി കാർ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, പൈസ വില പറഞ്ഞോ? ഹലോ സ്വർണത്തിന്റെ വില കൂടിയല്ലേ? ഈഗിൾ ബ്രോ എന്നെ ഇപ്പൊ പുള്ളി വിളിച്ചോണ്ടിരുന്നയാ. 2 ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂർ വരുവാണെങ്കിൽ ചേസ് ഈഗിൾ ബ്രോയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്ന്, എന്നിട്ട് പ്രകാശ് കയറ്റാന്ന് വണ്ടി. പുള്ളി ഇവിടെ ഞാൻ ഇറങ്ങുവാണ്, ഞാൻ ബാംഗ്ലൂർ ഇരുന്ന് പോണം. 2 ദിവസം ലൈവ് ഉണ്ടാവില്ല. ബാംഗ്ലൂരിൽ ഇറങ്ങുവാണ്. ചേസും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. എഴുതാന്ന് പറഞ്ഞു 80 ലക്ഷം രൂപയുടെ 80 ലക്ഷം രൂപയുടെ എഗ്രിമെന്റ് എനിക്ക് സൈൻ ചെയ്യണം പ്ലീസ്. എനിക്ക് സമയമില്ല, ലൈവ് ഒന്നും ചെയ്യാൻ സമയമില്ല. നിങ്ങൾ എന്റെ തിരക്ക് മനസ്സിലാക്കി. ബസ്സിന്റെ ഒരു ഓണമാണ് ഞാൻ. ഒരു ട്രാവൽസ് കൊണ്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിയുടെ ഒറ്റ കണ്ടീഷൻ TV എന്നുള്ള പേരിടണം, അത് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലും ട്രാവൽസ് പുള്ളി സൗണ്ട്, ലൈറ്റ്, ടിവിയുടെ ഗ്രാഫിക്സ് മൊത്തം പുള്ളി ചെയ്ത് തന്നോളൂ. പുള്ളി ഇപ്പൊ പറഞ്ഞ പ്രകാശ് ഇപ്പൊ ബുക്ക് ചെയ്യാൻ റെഡിയാണെന്ന് എമൗണ്ട് കൊടുത്തു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, 50 ലക്ഷം രൂപ ഒരു വണ്ടി ഒരാൾ ഗിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനോട് ഗിഫ്റ്റ് ടാക്സ് അടക്കണ്ടേ? വേണ്ട, ഗിഫ്റ്റിന് ടാക്സ് അടക്കണ്ട. ഇൻകം ടാക്സിൽ നിന്റെ അമ്മാവ് ഇരിക്കണല്ലോ അതിന്റെ. ഗിഫ്റ്റ് അടിയാ, ഗിഫ്റ്റ് കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ട് ചെയ്താൽ തന്നെ ടാക്സ് ഇല്ല. ഇതിന് എന്റെ വിനീതേ അളിയ സൂരജ് ഉണ്ട്, സൂരജ് ഉണ്ട്, സൂരജ് അളിയ സൂരജ് ഇവിടെ എല്ലാവർക്കും ഭ്രാന്തായി പോവാ. വിനീതേ ഓടി വാ. പുള്ളി എന്നെ വിളിച്ചോണ്ടിരിക്കും. വിനീതേടോ വണ്ടി വന്നതാ, നമ്മുടെ ബസ് എത്തിയാ. ഞാൻ പോയി ബസ്സിന്റെ ആളെ വിളിച്ചിട്ടുണ്ട്. ഒരു ഈഗിൾ ബ്രോ ടാക്സ് എത്ര ആയാലും പുള്ളി അടച്ചോളാം, ഒരു പേടിയും വേണ്ട. 2 ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂർ വരാൻ. ആള് പോയി ഞാൻ പറഞ്ഞേക്ക് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റില് ഈകളെ ചോദിക്കായിരിക്കും അവൻ. ലാസ്റ്റില് ഈകളെ ചോദിക്കണം. വിനീത നാളെ ബാംഗ്ലൂർ എത്തണം, പെട്ടെന്ന് വണ്ടിയിൽ അറേഞ്ച് ചെയ്യും. ടാക്സ് അയാളെ അടയ്ക്കൊന്ന്.
ഈഗിളേട്ടൻ ടാക്സ് പോലും അടയ്ക്കേണ്ട പുള്ളി ടാക്സ് അടച്ചോളാം. ₹1 ഈഗിളേട്ടന്റെ കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല. ടിവിയുടെ പേര് വണ്ടി രജിസ്റ്റർ ചെയ്ത് ടിവിയുടെ പേര് വണ്ടി രജിസ്റ്റർ ചെയ്ത് ലിവറി അടിച്ച് കൈ തരാന്ന് പറഞ്ഞു. മറ്റൊരു ഗെയിമില്ല സൗണ്ട് ലൈറ്റ് മൊത്തം. റിയൽ ലൈഫില് എന്ത് ചെയ്യാനാ? ആരും പറഞ്ഞിട്ട് വിഷയം എനിക്ക് ടാക്സ് അയാൾ അടയ്ക്കുമെന്ന് ഈകളെ ടാക്സ് പുള്ളി അടച്ചോളാണോ? ഈഗിളേട്ടാ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു ടാക്സ് പുള്ളി അടച്ചോളാം. വേറെ സ്കീമും ഇല്ല. ₹1 കയ്യിൽ നിന്ന് ഇറക്കണ്ടെന്ന്. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂർ എത്തിയാൽ മതിയെന്ന്. 2 ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂർ എത്തിയാൽ മതിയെന്നോ? പോയിട്ട് എല്ലാം സെറ്റ് 2 ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂർ എത്തിയ പുള്ളിക്ക് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു ഏക്കറിനകത്ത്. 6 മണിക്കൂറിലാണ് 2 നൈറ്റ് ഇരിക്കേണ്ടത് വരും പിന്നീട്. മനസ്സിലായാ? പുള്ളിയെടുത്തടാ നിക്കോണെ പുള്ളിയെടുത്ത് ഈഗിൾ ബ്രോ അവിടെ പുള്ളിക്ക് ഒരു ഏക്കറിനകത്ത് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ. എന്നാ ഇത് മറ്റേത് പറയാ റബ്ബർ തോട്ടുണ്ട്. അത് പുള്ളിയെടുത്തുനിന്ന് VC ഒന്ന് വിളിച്ചിട്ട് പോരാ. നീ വിളി വീസി വിളി നമുക്ക് പുള്ളിയെ വീസി വിളിക്കാം. വണ്ടി ഇറക്കണം. രംഗണ നമ്മുടെ ലൈവ് കാണുന്ന ആളാ. അങ്ങനെ പിന്നെ അല്ലാതെ ഓൾ ഇന്ത്യ പെർമിറ്റ് എല്ലാം എടുക്കണം. ഹെവി ലൈസൻസ് തുടച്ചു വെച്ച് ഫീൽ ചെയ്ത് ഞാനും തുറക്കുന്ന വെള്ളം പൊക്കിയൊക്കെ തുടച്ച് ഹെവി ലൈസൻസ് ഇവിടെ ഒതുക്കി ഫീൽ ചെയ്തപ്പോ ഒരു ഉമ്മാക്കി കൊടുത്ത് വാട യൂസ് ആയല്ല വാട എടുത്തതിന്. എടാ ബസ്സിന് ഏത് കളർ അടിക്കണം നമുക്ക്? അപ്പൊ കളർ വേണല്ലേ? എടാ അല്ല നമുക്ക് കളർ അടിക്കുന്ന രീതിയിൽ ബസ് എടുക്കാൻ പറ്റുമോ? അതെ ഗ്രാഫിക്സ് അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്താൽ ഏത് കളർ അടിക്കാം. അപ്പൊ പുള്ളി എടുത്ത് പറ ഓൾ ഇന്ത്യ പെർമിറ്റിന് പൈസ കൊടുക്കാൻ. അത് പറയാം. ഡീലാക്കി തരേ. വിളിക്കുക ഇയാള്. അയ്യോ നാളെ ഇതിപ്പോ ഞാൻ എക്സാമ്പിൾ പറയാം കേസ്. ഇതിപ്പോ സ്കാം ആണെങ്കിൽ തന്നെ നാളെ തമ്മിൽ വരാൻ പോണത് ഈഗിളിന് 85 ലക്ഷം രൂപയുടെ ബസ് മേടിച്ചു കൊടുത്തു. നാളെ രാവിലെ ഇൻകം ടാക്സ് കാരന്റെ വന്ന് മറ്റേ ബസ്സൊക്കെ ഓടിക്കുന്ന സാധനം. ഇത് അങ്ങനെ ഏതോ ഹേറ്റർ എന്നെ കൊണ്ടുള്ള പരിപാടിയാണ്. മനസ്സിലായോ? വണ്ടി എടുത്തിട്ടേ അങ്ങ് ഇത് ചെയ്യണ. പുള്ളിക്ക് VC കയറാൻ പറ്റുന്നില്ല. ലിങ്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്താ കേട്ടില്ല? പുള്ളിക്ക് VCയുടെ ലിങ്കിനകത്ത് കയറാൻ പറ്റുന്നില്ല. പുതിയൊരു ലിങ്ക് അയച്ചു കൊടുക്ക്. പുള്ളി ഇപ്പൊ കേറിയിട്ട് നിനക്ക് ഡിസ്കോഡ് പുതിയ പണിയിപ്പിക്കാ മാറ്റി. ഞാൻ ശരിക്കും പാനിക്കായി. നീ എന്തിനാ പാനിക്കാവണേ? എനിക്കല്ലേ ബസ്. ഈഗിളിന്റെ ബസ് പറഞ്ഞാൽ നമ്മുടെ ബസ്സല്ലേ? ഓ അങ്ങനെയാണെ ഓക്കെ. നീ അത് അയച്ചു കൊടുക്ക് പെട്ടെന്ന്. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്ത്. പുള്ളി ജനറൽ VCയിൽ കേറിയിട്ട് ഇപ്പൊ പറയാൻ പറഞ്ഞു ID. അപ്പൊ ജനറൽ ബി സി അറിയേ പേര് പറയാൻ പറ. ഞാൻ ലൈവ് തന്നെ എഗ്രിമെന്റ് എഴുതുവാണേ. ബോസ് ഡൗൺഫോൾ ഇൻകമിംഗ് മ്യൂട്ടാ. അല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാ ബിസിനസ് തീരും. പുള്ളിക്ക് എന്തോ ഈഗോ ഹെട്ടായി തോന്നി. ഈഗിൾ ബ്രോ വണ്ടി ലൈവിൽ അങ്ങോട്ട് വണ്ടി ബസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അതിനെന്തിനാ എനിക്ക് പുള്ളി വണ്ടി മേടിച്ചു തരുന്നത്? അതാ എന്റെ ചോദ്യം. ഈഗിളേട്ടിന് ബസ് എടുക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പം 20 ലക്ഷം രൂപ സ്പോൺസർ ചെയ്ത്. അപ്പൊ ഈഗിൾ ബ്രോയ്ക്ക് ആഗ്രഹം ഇല്ലെന്ന് ലൈവിൽ പറഞ്ഞപ്പോ മനസ്സിലായി. അപ്പം വണ്ടിയുടെ ഫുൾ എമൗണ്ട് പുള്ളി പേ ചെയ്യാന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റാ എടാ. നീയൊക്കെ കാണുന്ന മറ്റേ ഡെയിലി മറ്റേ നാടകം കളിക്കണ ലൈവ് ഒന്നും ഞാൻ ഇവിടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മനസ്സിലായ? എനിക്ക് ആവശ്യം മനസ്സിലായ? ഞാനും ഈഗിളേട്ടൻ തമ്മിൽ സംസാരിച്ചിട്ട് തന്നെ ഒരാഴ്ചയായി. അപ്പൊ അത് ഞാൻ ചെയ്യത്തുമില്ല. ഞാൻ അറിഞ്ഞ പോലെ ഇവനിപ്പോ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഹണി ട്രാപ്പാ ബസ്സിനെയാ ബസ് വെച്ചിട്ടാ. ഒരു കൂട്ടം ജനങ്ങൾ വന്നിട്ടുണ്ട്. ജനറലി ഞാൻ പേടിച്ചു പോയില്ലേ. ധർമ്മൻ എണീറ്റ് കാണും. ധർമ്മനെ വിളിക്ക് ബസ്സിൽ കയറണ്ട. ജനറൽ VC ഒരു പോപ്സിനെ ഡ്രാഗ് ചെയ്യോ? ഇത് അവൻ TJ-യിലെ അവൻ തള്ളക്കിളൊക്കെ വീസി വരാൻ വേണ്ടിട്ടുള്ള ആളാണ്. ഈഗിൾ ബ്രോ പോപ്സ് ഒന്ന് ഡ്രാഗ് ചെയ്യ്. ആദർശ് എന്നാണ് പേര് പുള്ളിയുടെ വാർത്ത. ഇല്ല പോപ്സ് അത് ബസ് ഓണർ. ബസ് ഓണർ അടിക്കല്ലേ ഇവരെയൊക്കെ വിളിച്ച്. പോപ്സ് വന്നില്ലടാ.
വാണ്ടഡ്, ബസിന്റെ സ്പോൺസർ, ബസിന്റെ സ്പോൺസർ, ബസ് ഓണർ. ഇവരൊക്കെ എന്തൊരു സ്പീഡാ ഇവരൊക്കെ. നിങ്ങൾ ഇങ്ങനെ ചാറ്റിൽ ഇത് തീർന്നു പിടിക്കില്ല. ഒരു ബസ് ഓണറിന്റെ അടുത്താണ് നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ആലോചിക്കണം. ഹലോ അണ്ണാ പോപ്സ് ഈഗിൾ ബ്രോ, പുള്ളിക്ക് വേരിഫിക്കേഷൻ എന്താ ഫെയിൽഡ് ആവുക മറ്റേ ഡിസ്കോഡിനകത്ത്. ഇപ്പൊ 2 18 വയസ്സായിട്ടില്ല. നമ്മളെ ഒരു കോൾ ഒന്ന് വാട്സപ്പിൽ ഞാൻ കോൾ ചെയ്യാം, ഒന്ന് കോൾ എടുക്കാമോ? കോൾ എടുക്കാം. ഞാൻ കോൾ എടുക്കാൻ പോവാണേ. അല്ലെ ഈകളെ ഇപ്പൊ 150 കോളായിരിക്കും വേണ്ട ഫോണില്. തലയിൽ ഒരു സ്പ്രേ അടിക്കില്ലല്ലേ? അതെന്തോ ഏത് സ്പ്രേ? തലയിലടിക്കണത് ഹീറ്റ് സ്പ്രേ. അതളിയാ ഒന്ന് അയച്ചു തരുമോ? രണ്ടുപേര്. ഹലോ ഹലോ, ബാംഗ്ലൂർ സ്റ്റുഡന്റ് ആണ്, സൈബർ സെക്യൂരിറ്റി. എന്തോ കേട്ടില്ല. ബാംഗ്ലൂര് നോയ്സ് സപ്രഷൻ. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാക്ക് സൈഡ് സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ് ആണ്. ഓക്കെ. ലിസ്റ്റ് ഉണ്ടെങ്കിൽ 0 ഞാൻ ബസ് എടുക്കാം. നമുക്കൊന്നും കേൾക്കുന്നില്ല, വിട്ടാ. അപ്പൊ എനിക്ക് ബസ് എടുത്തോണ്ട് വരുന്നതുകൊണ്ട് ബ്രോയ്ക്ക് എന്താ അഡ്വാൻറ്റേജ്? ബ്രോ ബിഗ് ഫാൻ ആണെങ്കിൽ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് അഡ്വാൻറ്റേജിന് വേണ്ടിയല്ല ബ്രോ ഞാൻ ബസ് എടുത്തിരുന്നത്. ഇപ്പൊ ഒരു ബസ് അല്ല, മേ ബി ഇപ്പൊ ഒരു ബസ് എടുത്തരുന്ന പക്ഷെ എനിക്ക് വലിയ കാര്യമൊന്നുമല്ല. എനിക്കിപ്പോ നിങ്ങൾക്ക് ഒരു ബസ് നിങ്ങൾ ഡീറ്റെയിൽ ഞാൻ തന്നെ ഫുൾ എമൗണ്ട് ചെയ്തിട്ട് ഫുൾ പേയ്മെന്റ് ചെയ്ത് അയച്ചു തരാം. അല്ല, ഞാൻ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ബ്രോ എന്താ പറയാ, സ്റ്റുഡന്റ് ആയിട്ടുള്ള ബ്രോ എങ്ങനെയാണ് ഇത്രയും ഇതല്ലേ അഫോർഡ് ചെയ്യണത്? ഫ്രീ ആകുമ്പോൾ കോൾ ചെയ്യും, ഞാൻ പറയാം. ഓക്കെ ശരി. വിനീത വണ്ടി എടു. ഞങ്ങൾ ബാംഗ്ലൂർ പോണേ. ബ്രോ എന്റെ ബാഗ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്ക്. നമ്മള് അയാള് പറഞ്ഞൊന്ന് കേട്ടില്ലേ? എന്തോന്ന് പറ. ബസ് എടുക്കാൻ നാളെ തന്നെ ചെല്ലാൻ പറഞ്ഞല്ലേ? എത്ര ദിവസത്തേക്ക് പാക്ക് ചെയ്യട്ടെ? 2 ദിവസത്തേക്ക് മതി. 2 ദിവസം പ്രകാശിൽ വരെ പോവാം. രാവിലെ റെഡി ആയിട്ട് നമ്മള് തന്നെ ക്ലീനിങ്, ബസ് ക്ലീൻ ചെയ്യട്ടെ. ഞാൻ എറണാകുളത്തോട്ട് ബൈക്ക് എടുക്കട്ടെ? വേണ്ട, ഞാൻ തന്നെ നോക്കണം. അല്ല, എന്നെ കണ്ടാലേ അറിയൂ. നിന്നെ കണ്ടാലേ അറിയുന്നോ? എടാ ഇത് ഫോണിലല്ലേ? എടാ പുള്ളി ഇത് തമാശ പറയണായിരിക്കടാ. വിടറാ, ചുമ്മാ അല്ല, തമാശയല്ല. പുള്ളി ഈഗിളെന്നെ അറിഞ്ഞൂടാത്തോണ്ടാ. പുള്ളി അൾട്രാ റിച്ച് ആണ്. ബാംഗ്ലൂർ സിറ്റിയുടെ നടുക്ക് 1 ഏക്കർ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്ത് പുള്ളിയുടെ ഒരു 2 BHK ഫ്ലാറ്റ് മാത്രം. നിനക്ക് എങ്ങനെ കോൺട്രാക്ട് കിട്ടി? അത് പറ. നമ്മുടെ ചാരിറ്റി ടൈമിൽ പുള്ളിയാണ് 50,000 റുപ്പീസ് അല്ല 75,000 റുപ്പീസ് തന്നത്. അങ്ങനെയാണ് കോണ്ടാക്ട്. എടാ അളിയൻ ബാംഗ്ലൂരുണ്ട്. അളിയനെ അങ്ങോട്ട് വീട്ടിലോട്ട് പറഞ്ഞിടാന്ന് പറയും. ഇപ്പൊ തന്നെ എഗ്രിമെന്റ് അളിയന്റെ പേരിൽ എഴുതിക്കോ വണ്ടി. വിശ്വസ്തനായിട്ട് എന്റെ പേര് കൊടുക്കട്ടെ. ഞാനിപ്പോ ബാംഗ്ലൂരിൽ കയറാം. അത് വേണ്ട. ഞങ്ങൾക്ക് വിശ്വാസമില്ല. എടാ സമാധാനം പോയേട്ടെ. എന്റെ സമാധാനം പോയേ. ബസ് എടുക്കുമല്ലേ ബ്രോ? അളിയന്റെ അടുത്ത് വരാൻ പറയാൻ എനിക്കിപ്പോ മെസ്സേജ് ചെയ്യൂ ബ്രോ. സോ ഫാസ്റ്റ്. അളിയന്റെ അടുത്ത് ചെല്ലാൻ പറയാം. എടാ അഡ്രസ് കൊടുത്ത അളിയൻ ഇപ്പൊ പോടാ. അഡ്രസ് ഇപ്പൊ തരും. പുള്ളി ലൈവ് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇനി ബസ് മുതലാളി ഒരു ചേട്ടനോട് തിരിച്ചു വിട്ടേക്കണേന്ന് പറയണം. പുള്ളിയെ തിരിച്ചിട്ടേക്കണെന്ന് പറയണേ. ആളുടെ കയ്യില് ബ്രോ ഞാൻ ജോലിക്ക് റിസൈൻ കൊടുത്തു കേട്ടോ. ഞാൻ കമ്പനിക്ക് ഇപ്പൊ റിസൈൻ അയച്ചു കൊടുത്തു. നിന്റെയൊക്കെ ജോലി പോയി ഇവിടെ നിന്ന് ഞാൻ ലൈവ് ഇട്ടിരിക്കും. നീയൊക്കെ ഇവിടെ ആരുടെയും ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി പോകേണ്ടി വരും. ഉള്ള കാര്യം ഞാൻ പറയാട്ടാ. സത്യമായിട്ട് ഞാൻ റിസൈൻ അയച്ചു. ഞാൻ കമ്പനിക്ക് റിസൈൻ മെയിൽ അയച്ചു. ഐ ആം റിസൈനിങ് ഫോർ ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെ പറഞ്ഞ് അയച്ചു. ഐ ആം റിസൈനിങ് ഫോർ ആസ് സൂൺ ആസ് പോസിബിൾ. നിന്നെ എങ്ങനെ എടുത്തു? അതാണ് ഞാൻ ആലോചിക്കണത്.
അത് അതെനിക്ക് പറഞ്ഞൂടാ. ഇല്ലടാ guys, ഇനി സ്ട്രീമിംഗ് ഒന്നും ഇല്ല കേട്ടാ. ഇനി സ്ട്രീമിംഗ് ഒന്നും ഇല്ല. നാളെ മുതൽ കുറെ CV വരും മറ്റേ ഡ്രൈവറാന്ന് പറയാം. ആ 24 ന്യൂസിനകത്ത് ഇതായിരിക്കും ഹൈലൈറ്റ്. എന്ന് പറഞ്ഞാൽ നാളെ വീട്ടിൽ ഇൻകം ടാക്സ് വരും. നല്ലത് 4 നാരങ്ങ മേടിച്ചത്. ഒരു വലിയ തേങ്ങ നാളികേരം. അല്ല, വണ്ടിക്ക് 8 വീലാണ്. അപ്പൊ 8 നാരങ്ങ വേണം. 8 വീലുണ്ട് കേട്ടാ, 8 വീലുണ്ട്. ഇത് നിങ്ങൾ ചാറ്റിൽ ഇങ്ങനെ ഓരോ പറയല്ലേ, RP എന്ത് RP, കളിക്കുന്ന RP ഒക്കെ ബെസ്റ്റോളല്ലേ ഞാൻ. നമ്മള് സ്ട്രീമറിലായിരിക്കും. എന്തെങ്കിലും ടൂർ പാക്കേജ് പറ, അതിനെ പറ്റി സംസാരിക്കും. ഇവിടെ RP യെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇവിടെ പോണം, മൂന്നാറോ ഇടുക്കി എവിടെ കൊണ്ടുപോകണം? ഞാൻ സ്കൈ ഹോളിഡേസിനെ വിളിക്കട്ടുണ്ട്. എല്ലായിടത്തും കൊണ്ടുപോകാം, നിങ്ങൾ എല്ലാവരും കൊണ്ടുപോകല്ലോ. TV ഓഡിയൻസിന് ഫ്രീ ആയിട്ട് വണ്ടി വരത്തില്ല, പൈസ തരണം. ഫ്രീ ആയിട്ട്. എടാ നിക്കോണേ, കുറച്ച് നേരത്തേക്ക് എന്റെ ഹേർട്ട് റേറ്റ് ഭയങ്കര കൂടുതൽ. കുറച്ച് നേരത്തേക്ക് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ എന്റെ അടുത്ത്. ഇല്ലല്ല, എനിക്ക് അറ്റാക്ക് വന്നു. അഡ്രസ് കിട്ടിയോ? അഡ്രസ് കിട്ടിയോ? അഡ്രസ് ഇപ്പൊ അയച്ചു തന്നതാ, എനിക്ക് വോയിസ് ഇട്ട് തന്നു. അഡ്രസ് അയച്ചു തന്നു. നേരെ എടാ ഇത് ഇല്ലടാ, പുള്ളിയോട് സംസാരിക്കാം, അല്ലാതെ സംസാരിക്കാം. ഇത് ഇങ്ങനെ അതെ കേസാണ്. ഇതൊക്കെ വലിയ കാര്യങ്ങളാ, ഇതൊക്കെ വലിയത്. നമ്മളെ കൊണ്ടൊന്നും ഒരു കോടി വണ്ടി പുറത്തിറങ്ങുമ്പോ എങ്ങനെ പോയാലും ഒരു 1.25 അതാ. പിന്നെ വണ്ടി ഇത് പ്രകാശിന്ന് ഇറക്കുമ്പോ തന്നെ 80 അടുപ്പിച്ചാവും, മനസ്സിലായില്ലേ? പിന്നെ അത് വണ്ടി വന്നിട്ട് പിന്നെ സൗണ്ട് സിസ്റ്റം, വണ്ടിയുടെ ഗ്രാഫിക്സ്, പിന്നെ മറ്റേ ഇത് പെർമിറ്റ് എടുക്കുന്നത്, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും അല്ലല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ വാങ്ങിക്കാത്ത പശുവിന് എന്തിനു തൊഴുത്തിന്റെ പ്ലാൻ ഇടുന്നത്? ഈഗിൾ ബ്രോ അഡ്രസ് ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പുള്ളി അയച്ചു തന്നത്. ഒരു സെക്കൻഡ് മ്യൂട്ട് ചെയ്തിട്ട് കേൾക്കണേ, അല്ലെങ്കിൽ എല്ലാവരുടെ പുള്ളിയുടെ വീണ്ടും മുമ്പ് എത്തും. ഇപ്പൊ ഹലോ, കല്യാണം എന്നത്തേക്കാണ്? ഒക്ടോബർ 25. നോക്കട്ടെ, ഡേറ്റ് അവൈലബിൾ അല്ല ബ്രോ. അന്ന് എനിക്കൊരു കുളു മണാലി ട്രിപ്പ് ഉണ്ട്. കല്യാണം ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? മാറ്റി വെക്കാം. ഓക്കെ. അതിനനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്തേരെ, നമുക്ക് ബസ് ഫ്രീ ആകുമ്പോ പറയാം. ഓക്കെ ബ്രോ, ഓക്കെ, ശരി. ബുക്കിംഗ്സ് ഒക്കെ വന്നു തുടങ്ങി എനിക്ക്. ഗൈസ്, നേരത്തെ നിങ്ങൾ കല്യാണമൊക്കെ പ്ലാൻ ചെയ്തോണ്ടില്ല, അതിനനുസരിച്ച് എന്റെ ബുക്കിംഗ്സ് എന്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ട് വേണം എനിക്ക്. കാരണം മനസ്സിലായത് അതൊക്കെ. അതെ. അതുകൊണ്ട് നിങ്ങൾ കല്യാണത്തിലേക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ വണ്ടിയുടെ ഡേറ്റ് അവൈലബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് കല്യാണം ഫിക്സ് ചെയ്യണം, മനസ്സിലായ? എന്ത് ചെയ്യാൻ എത്ര ഒരു കല്യാണത്തിന് ഇത് എത്രയാണ്? ഞാൻ കല്യാണത്തിന് റേറ്റ് തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കണം. ഇങ്ങനെ റിയൽ ലൈഫ് RP ഇതൊക്കെ ബസ് ഇറങ്ങി നമ്മള് നേരെ മണാലി ട്രിപ്പ്, എല്ലാരും കൂടിയിട്ട്. മറ്റേ ഇപ്പൊ ഈഗിൾ ബ്രോ ഡയലോഗ് പറഞ്ഞില്ലേ, മറ്റേ വാങ്ങാത്ത പശുവിന് എന്തിനാ തൊഴുത്തെന്ന്. അപ്പൊ പുള്ളി ഇപ്പൊ എനിക്കൊരു വോയിസ് അയച്ച്, ബ്രോയുടെ കൈ വണ്ടി കിട്ടിയതിന് ശേഷം മാത്രം ഇനി ലൈവ് ബാക്കി അപ്ഡേറ്റ് കൊടുത്താൽ മതി. വണ്ടി ഇപ്പൊ ഉടനെ എത്തും, ആസ് സൂൺ ആസ് പോസിബിൾ. ബ്രോ ഓക്കെ. അപ്പൊ ഇനി വണ്ടി ഇട്ടിട്ടുള്ള ഗൈസ്, ഇനി വണ്ടി ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ബസ്സിലിരുന്ന് സ്ട്രീം അടുത്ത്. രാവിലെ ഞാൻ വിളിക്കാൻ കേട്ടോ, പുള്ളിയുടെ കെട്ടിറങ്ങി. ഇല്ല, നീ അങ്ങോട്ടപ്പോ. അല്ല, ഈഗിൾ ബ്രോ അത്രയ്ക്ക് സീരിയസ് ആണ്. പുള്ളി രാവിലെ പ്രകാശ് എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ബാക്കി ഏത് പ്രകാശ്? പുള്ളി പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് പുള്ളിയുടെ കയ്യിൽ ഇപ്പൊ ഒരു ഹൈലസ് ഉണ്ട്. ആ ഹൈലസ് പുള്ളി മോഡ് ചെയ്ത 60 ബാക്കി എല്ലാം കൂടി ഫുള്ളി മോഡ് ചെയ്ത 65-70 ലക്ഷം രൂപയാവും. പുള്ളിക്ക് ആ എമൗണ്ട് പുള്ളിക്ക് വേണ്ടി ഇത് വയ്യ. പണ്ട് ബൂട്ട് ക്യാമ്പിൽ നിന്ന് ടൈം ഔട്ട് ഈഗിൾ ബ്രോയുടെ സ്ട്രീം കാണുക, അത്രയ്ക്ക് ഇഷ്ടമാ. പുള്ളി കാരണമാണ്, ഈഗിൾ ബ്രോ കാരണമാണ് പുള്ളിയുടെ ലൈഫ് ചേഞ്ച് ആയത്. പുള്ളിക്ക് 21 വയസ്സുള്ളെങ്കിൽ പോലും പുള്ളിക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത തോനെ എമൗണ്ട് ഉണ്ട്, അതുപോലെ തോനെ ബാക്കപ്പ് ഉണ്ട്. 1 രൂപ ബ്ലാക്ക് മണി ഇല്ല, ഫുൾ വൈറ്റ് ആണ്. അതിനൊന്നും പേടിക്കണ്ട, ടാക്സോ കാര്യങ്ങളോ ഒരു ഇഷ്യൂ ഇല്ല.
എന്റെ അടുത്ത് അത്രയും കോൺഫിഡന്റ് ആയിട്ടാ പുള്ളി പറഞ്ഞത്. റിട്ടേൺ ബാക്ക് എന്താ പ്രതീക്ഷിക്കണേ? പുള്ളിക്ക് റിട്ടേൺ ബാക്ക് ഒന്നും വേണ്ട, ഈഗിൾ ബ്രോ സന്തോഷമായിട്ടിരിക്കണോന്ന്. അതാണ് പുള്ളിയുടെ റിട്ടേൺ ബാക്ക്. ഇങ്ങനെ ഒരു കൂട്ടുകാർ സന്തോഷമായിട്ടിരിക്കണം ചെയ്യാൻ നോക്കിയോ? സത്യം ഡ്രീമറാണെങ്കിൽ തരുമെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ ആഗ്രഹമായിരുന്നു ലൈവിൽ തന്നെ മരിക്കണോ. വെള്ളം കുടി. കേട്ട് വരും. ഹലോ ഹലോ, എനിക്ക് ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇത്രയും പറഞ്ഞില്ലേ, പറ. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ലൈവിൽ എല്ലാവരും കൂടെ താറ്റിയപ്പം പുള്ളിക്ക് ഭയങ്കര ബാഡായി. പുള്ളി ഇപ്പം റൈറ്റ് നൗ പുള്ളിക്ക് നിങ്ങൾക്ക് വിശ്വാസം വേണ്ടി 27 lakh എന്റെ അക്കൗണ്ടിലോട്ട് അയക്കാം. അതിൽ കൂടുതൽ എത്ര വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അയക്കാം. പുള്ളി അത്രയും സീരിയസ് ആണ്. ബാക്കിയെല്ലാം വണ്ടി ഇറക്കിയിട്ട് പറയുന്നുള്ളൂ. നിന്റെ അക്കൗണ്ടിലോട്ട് അയക്കുകയാണെങ്കിലേ നിന്നെ കൊണ്ടുപോകും, മനസ്സിലായ? ഒരു കാര്യം പറയട്ടെ, നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് പുള്ളിക്ക് ബോധം വീഴും. നിന്നെ നിക്കോണെ തിരിച്ചടിക്കും വെച്ച് അങ്ങേര് ഉറപ്പാ. പുള്ളി രാവിലെ സംസാരിക്കാന്ന് പറയുന്നത്. ഈകളെ ഇത് രാവിലെ സംസാരിക്കാന്ന് പറയാം. ഇത് അല്ലെങ്കിൽ നിന്റെ മോഡറേറ്ററിനെ കാണൂല. പിന്നെ ഇതിപ്പോ 27 ലക്ഷം അവന്റെ അക്കൗണ്ട് കിട്ടി. അവൻ നിന്റെ ലൈവ് കണ്ടോണ്ട് നിന്റെ ചാറ്റ് മോഡറേറ്റ് കണ്ടുപിടിക്കുന്നു തോന്നാ. അവൻ നിന്നെ പോടാ വിളിച്ചിട്ട് വല്ല വാക്കുമ്പോ അത് ശരിയാ. നീയൊക്കെ ആരുടെയും ചോദിച്ചിട്ട് പോക്കെ. നാളെ യൂട്യൂബിലെ ലൈവ് ഒക്കെ കാണാം. റൂമൊക്കെ സെറ്റപ്പ് ചെയ്ത് പീസ ഒക്കെ എടുത്ത് നാളെ വല്ല വിയറ്റ്നാമിലും എല്ലാം ഏതെങ്കിലും റിസോർട്ടിന്റെ മുതലാളിയായിട്ടൊക്കെ ഇരിക്കുന്നതാണ് ആള്. എന്റെ IFSC കോഡും അക്കൗണ്ട് നമ്പറും ചോദിക്കുന്നത് ഞാൻ എന്തിനും പറയണം? കൂടെ നിന്നെ കൂടെ IFSC നമ്പർ കൂടെ എല്ലാം കൂടെ നീ നിന്റെ അക്കൗണ്ട് നമ്പർ IFSC കോഡ് കിട്ടും. 27 ലക്ഷം രൂപ കിട്ടിയാൽ നീ പോയാല് നിന്റെ ലൈവിൽ ഇത്രയും പേര് കാണുന്നത് നിന്റെ അവിടെ വന്ന് ഞാൻ അടിക്കും. നിന്നെ ഹാക്ക് ചെയ്യണ നമ്മള്. ഞാൻ അക്കൗണ്ട് നമ്പർ ഇത് അയച്ചിട്ട് വിളിക്കാം. നീ ആ വാടക താമസിക്കുന്ന വീടല്ലേ, അതറിയാം. അത് വേറൊരു കാര്യമൊക്കെ. എടാ ചന്ദ്ര ശരിയാടാ, അത് പുള്ളിയാണ് നമുക്ക് ചാരിറ്റിക്ക് 70,000 രൂപ കഴിഞ്ഞ വട്ടം തന്നത്. എടാ എത്രയൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലേ, ഇതൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. ഇത് നമ്മൾ ആരെ കളിയാക്കിയൊന്നുമില്ല, പുള്ളിനെ കളിയാക്കിയിട്ട് നമ്മള് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് എയർലൈൻ മേടിച്ചു തരാന്ന്. എടാ അത് നമുക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു വലിയ കാര്യമല്ലേ പറയണ. അപ്പൊ നമുക്ക് അല്ലേ എടാ ക്ലോസ് 1 CR ഒരു കാര്യം ഒരാൾ ലൈവ് എന്ന് പറയുമ്പോ ആരെങ്കിലും വിശ്വസിക്കോ? നമ്മൾക്ക് ഇതിപ്പോ ഒരു പൊട്ടൽ ലോട്ടറി അടിച്ച പോലത്തെ, ഐ മീൻ പൊട്ടല്ല, ഒരാൾക്ക് ലോട്ടറി അടിച്ച ഫീലാ. അപ്പൊ നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ടൈം എടുക്കും. നാളെങ്കിലും ആവട്ടെ. ഇപ്പൊ നേരം വിളിക്കട്ടെ, ബസ് എടുക്കണമെങ്കിൽ തന്നെ നാളായ ഉറപ്പായിട്ട് ബിലീവ് ചെയ്യാം. അല്ലാണ്ട് നമ്മളങ്ങനെ പുള്ളിനെ മറ്റേ കളിയാക്കിയൊന്നും പറഞ്ഞില്ല. നമ്മൾ നിക്കോനാണ് കളിയാക്കിയത്. നിക്കോണ പക്ഷെ പൈസ കൊണ്ട് പോയെന്നാ തോന്നുന്നു. പറയടാ, അരമണിക്കൂർ 12 മണിക്ക് മുമ്പ് അക്കൗണ്ട് അഡ്വാൻസ് എമൗണ്ട് ചെയ്യും. പുള്ളി 74 lakh അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഹലോ നമ്മളിത് ഫുള്ള് എന്തോന്ന് പറടാ നിക്കോണേ. ഞാൻ കാര്യം പറയട്ടാ നിക്കോണെ, കാശ് കിട്ടിയ അവനല്ലേ, നീ ടെൻഷൻ അടിക്കുന്നത് എത്ര? നീ അതിൽ നിന്ന് 1 ലക്ഷം എനിക്ക് അയച്ചിട്ടാണ് അവൻ അയക്കാനേ. അണ്ണൻ ചത്ര ലൈവില് ഇരുന്നിട്ട് 7 lakh അയച്ചെന്നാ അക്കൗണ്ടില് 75 അയച്ചു കൊടുത്തോ? അണ്ണൻ മരിച്ചില്ല. ഞാൻ വിചാരിച്ച അങ്ങനെ മരിച്ചു പോയെന്ന്. അല്ല 75 ഒക്കെ കിട്ടാണ് എനിക്ക് പീസ് എടുത്ത് തരണേ. എന്റെ ഫോൺ ഉൾപ്പെടെ ആരോ എനിക്കൊരു 1.5 അയച്ചതാ. നിക്കോണെന്താ പറഞ്ഞു? നിക്കോണ് മുങ്ങിയട്ടാ. ഹലോ എനിക്ക് എല്ലാ ആപ്പും ബഗ്ഗായി പോയി. എനിക്ക് എല്ലാരെയും പ്രഷറാക്കാണ്ട് ഒരുത്തനെ നിക്കോണെ, നീ കാരണം ഒരുത്ത മുള്ളിൻ പോലെ നിക്കുകയാണ്. നീ അവനെ വെച്ച് കളിക്കല്ലേ, അവന്റെ ജീവിതം വെച്ച്.
ED റൈഡ് കാണും ബ്രോ. ഈ അക്കൗണ്ടിൽ ഒരാൾ അയച്ചിരുന്നു ED റൈഡ് ഒന്നും വരുമല്ലോ ബ്രോ. ഇതില്ല ഇഷ്ടമാനത്തില്ല. അല്ല ഇതിപ്പം നിങ്ങളൊന്നും പറയണ്ട, വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുപോകും. ഉണ്ടാതിരിക്കാം. ചന്ദ്ര മറ്റേത് ഓടാ പറയാറുള്ളത്. ചന്ദ്രൻ പറഞ്ഞതാ ഹേർട്ടായത് കേട്ടാ. പൈസ നീ ഉറങ്ങല്ലേ റെഡി ആയിരിക്കണേ. ഞാൻ ഇപ്പൊ വീട്ടിലോട്ട് വരുവേ. ചെയ്യുമ്പത്തേക്ക് ഇറങ്ങട്ടെ. നമ്മളിവിടുന്ന് ഇറങ്ങി എന്തുവാടാ ജോക്കി എടെല്ലാം സെപ്പറേറ്റ്, എടെല്ലാം സൈലന്റ് സംസാരിക്കട്ടെ. എനിക്കൊരു സൊല്യൂഷൻ വേണം ജോക്കി. എന്ത് ജോക്കി ഞങ്ങൾ ഇവിടെ ഡിസ്കോട്ട് റോൾസില് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമ്മുടെ ബാപ്സ് ഒക്കെ ബസ് എടുത്ത്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ബാബുവോ പുള്ളി ബസ് എടുത്തു. അപ്പൊ ബസ്സൊക്കെ എടുത്തപ്പോ നമ്മൾ ആ വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ ജോക്കി ബസ് എടുക്കുന്നത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ടിവിയുടെ നമുക്ക് നേരത്തെ ചാരിറ്റിയിലൊക്കെ നല്ല എമൗണ്ടുകളൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുള്ളിയുണ്ട്. പുള്ളി ഇപ്പൊ വന്നിട്ട് ടിവിയുടെ പേരിൽ ഒരു ബസ് പുള്ളി മേടിച്ചു തരാം കംപ്ലീറ്റ്ലി. അത് സ്പോൺസേർഡ് എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അത് മതി, ക്രെഡ് മാത്രം മതി. പുള്ളി ആദ്യം 25 ലക്ഷം രൂപ തരാന്നാ പറഞ്ഞത്. അപ്പൊ ഞാനത് വേണ്ടാക്കി പറഞ്ഞപ്പോ എന്താ പുള്ളി ആ വണ്ടിയുടെ ഫുൾ എമൗണ്ട് കൊടുത്ത് എനിക്ക് വണ്ടി മേടിച്ച് ലിവറി അടിച്ച് പ്രകാശിന്ന് ഇറക്കി തരാമെന്ന്. 12 മണിക്ക് മുമ്പ് പുള്ളി അഡ്വാൻസ് ഇടാന്ന് അക്കൗണ്ടില്. വെയിറ്റിംഗ് ആണ് 12 മണിയാണ്. ജോക്കി എനിക്ക് ഇതിനൊന്ന് കണ്ടുപിടിച്ച് തരണം. ഞാൻ കാര്യം ചോദിക്കട്ടെ, പേരെന്തോടാ? ആദർശ്. ഓക്കെ, അല്ല നമ്മൾ ശരത്തേനെ വിളിച്ചത് ആ ആദർശ് ചേട്ടനാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഇവിടെ കുട്ടിക്കുറങ്ങാൻ മിണ്ടായിരുന്നു നീ. എന്നിട്ട് ഇപ്പൊ എന്താണ് പ്രശ്നത്തിന് സൊല്യൂഷൻ വേണ്ടേ? ജോക്കി ഇപ്പൊ ഇങ്ങനെ ഒരാൾ വന്ന് പെട്ടെന്ന് പൈസയൊക്കെ എത്ര അക്കൗണ്ടിൽ അയച്ചത് അത് പ്രശ്നമാവൂലേ? പിന്നെ ഓർമ്മയുണ്ടല്ലോ പണ്ടത്തെയൊക്കെ കാര്യം. പുതിയ പ്രശ്നങ്ങൾ എന്റെ അക്കൗണ്ടിലല്ല കേട്ടോ, എന്റെ അക്കൗണ്ടിലല്ലേ നിക്കോട്ടിലാണ്. പറഞ്ഞു കൊടുത്തോണ്ട് എല്ലാവർക്കും എളുപ്പമായി. അല്ലെ 18 മിനിറ്റ് ഉണ്ട്. പൈസ വേണ്ട, പൈസ വേണ്ട, 2 വേണ്ട, ജീവിതം സമാധാനമാവും. അയ്യോ പറയാൻ വരട്ടെ നോക്കട്ടെ. ഇന്നലെ 18 നീ വിട്ടായിരുന്നേ. ഈ കണ്ട കാലം മൊത്തം നമ്മൾ അനുഭവിച്ച്. ഒരു മിനിറ്റ്, ആരാ വിളിക്കുന്ന? ബസിന്റെ ഓർഡർ. ഹലോ അവര് വിളിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നു. കൈസ് ഒരു മിനിറ്റ്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഹലോ പോലീസാണേ. ലിവറി സെറ്റ് ആക്കിട്ടുണ്ടാണോ ഗ്രൂപ്പ്? നോക്ക് ലിവറി കണ്ട്. എന്താ കാര്യം പറഞ്ഞാൽ പുള്ളി ഒരു 9 ബിയർ എന്തോ കുടിച്ചിട്ടുണ്ട്. പുള്ളി എല്ലാം ഒന്ന് ഓക്കെ ആയി ഹാങ് ഓവറൊക്കെ മാറിയതിനു ശേഷം ഞാൻ നാളെ വിളിക്കാനാ പറഞ്ഞത്. ഞാൻ ആക്ച്വലി ഓഫർ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പുള്ളി എടുത്ത്. പക്ഷേ പുള്ളി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സോഴ്സോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചതിന് ശേഷം മേടിച്ചാൽ ഞാൻ പറഞ്ഞു നാളെ ഇത് വന്നിട്ട് സംസാരിക്കാമെന്ന്. വേണ്ടാന്ന് പറയാനും പറ്റുന്നു, വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞാൻ എന്ത് ചെയ്യാനാ? കിട്ടോ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ തമാശയാക്കാതെ ഇത് റിസ്കാ, ഇത് ഭയങ്കര റിസ്കാ. നിങ്ങൾ വിചാരിക്കണ പോലൊന്നും അല്ല. വെറുതെ അക്കൗണ്ടിലല്ലേ വരുന്നത്. ഇല്ല ഞാൻ പൈസ അയക്കണെന്ന് പറഞ്ഞു. ഞാൻ പൈസ അയക്കണെന്ന് പറഞ്ഞു. ട്രിപ്പ് പോകാനോ പ്ലാൻ ചെയ്ത ഞങ്ങളിവിടെ മറ്റേ ആദ്യ ട്രിപ്പ് പ്ലാൻ ചെയ്ത് 20 ലക്ഷം രൂപ. ആദ്യം 9 ബിയർ അടിച്ചെന്റെ കെട്ടിറങ്ങിട്ട് സംസാരിക്കാന്ന് പറ. പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു നാളെ ഇതാക്കിട്ട് ഞാൻ അല്ലാതെ സംസാരിച്ചോളാന്ന്. എടാ ഗൈസ്, ഞാനിത് അങ്ങനെ വെറുതെ ഞാൻ സ്ട്രൈറ്റ് എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് വേണമെന്നില്ല. എനിക്കൊരു ഗിഫ്റ്റ് വേണമെന്ന് അങ്ങനെ ഒരു വണ്ടിയൊന്നും വേണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, മനസ്സിലായ? ഞാൻ പുള്ളിയെടുത്ത് നമ്മുടെ ചാരിറ്റി സ്ട്രീംസുകളിലൊക്കെ ഒരുപാട് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ്.
അപ്പൊ പുള്ളി പെട്ടെന്ന് ഇപ്പൊ എന്താ ഇൻ കേസ് എന്തിനാണേലും വിളിച്ചങ്ങനെ പറയുമ്പോ എനിക്ക് പുള്ളിയുടെ അടുത്ത് നേരെ കയറിയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് എൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു. എനിക്കിത് വേണ്ടെന്ന് തന്നെയാണ്. എനിക്കങ്ങനെ ബസ് വേണമെന്നൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ചുമ്മാ തമാശക്ക് പറയണതാ. നമ്മൾ ലൈവിൽ കാണുന്ന സമയത്ത് ഇതായിട്ട് തമാശ പറയണതാ, അല്ലാതെ എനിക്ക് ബസ് വാങ്ങിച്ചു തരണമെന്നൊന്നുമില്ല. അതൊന്നുമല്ല. പുള്ളി നല്ലതായിട്ട് സംസാരിക്കട്ടെ, ഞാൻ അതല്ലാതെ സംസാരിച്ചോളാം. ഓക്കെ, ടോപ്പിക് വിട് കഴിഞ്ഞ്